ഹലോ, എല്ലാവർക്കും വിൻടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് മറ്റൊരു ജോബ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ന്യൂസ് എന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 054/2026 PSCയുടെ ഒരു നിയമനം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തസ്തികയുടെ പേര്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശമ്പള നിരക്ക് വരുന്നത് 20,000 മുതൽ 45,800 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം, പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. 2/1/1986 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇരുവിധ തീയതികൾ ഉൾപ്പെടെ. OBC വിഭാഗത്തിലും SC/ST വിഭാഗങ്ങൾക്കും സാധാരണ പ്രായ ഇളവ് ലഭിക്കും. പരമാവധി പ്രായം 50 വയസ്സ് കവിയരുത്. സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്തവർക്ക് പരമാവധി 5 വർഷം വരെ പ്രായ ഇളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA, BSc, BCom ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. താഴെ പറയുന്ന പരീക്ഷകളിൽ വിജയം നേടിയിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ലോവർ, മലയാളം ഷോർട്ട് ഹാൻഡ് ലോവർ. ഇത് KGTE or MGTE അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. തുല്യ ഓർ ഉയർന്ന യോഗ്യത. സർക്കാർ ഉത്തരവുകൾ പ്രകാരം അംഗീകരിച്ച തുല്യമോ അല്ലെങ്കിൽ ഉയർന്നതുമായ യോഗ്യതകളും പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. റിസർവേഷൻ നമുക്കറിയാം. റിപ്പോർട്ട് ചെയ്യുന്ന ആകെ ഒഴിവുകളുടെ 25% നിയമന മാറ്റം, അതായത് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ വഴി നികത്തും. 4% ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് റിസർവേഷൻ അതിൽ വരുന്നത്. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് മിനിമം 1 വർഷവും പരമാവധി 3 വർഷവും നിലവിലുണ്ടാകും. അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വരെ എന്തുണ്ടാവും? റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രൊബേഷൻ ചട്ടങ്ങൾ എന്ന് പറയുന്നത്, പ്രൊബേഷൻ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രത്യേക ചട്ടങ്ങൾ അനുസരിച്ച് പ്രൊബേഷൻ ബാധകമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കുക? കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് നമുക്കറിയാം. കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ്. അതിൽ വൺ ടൈം ആയിട്ട് ലോഗിൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? യൂസർ ID, പാസ്വേഡ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ അമർത്തി അപേക്ഷിക്കണം. അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അതിൽ നമ്മൾ കാറ്റഗറി നമ്പർ 054/2026 നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാം? അപ്ലൈ നൗ ചെയ്യാം. പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നവർ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപേക്ഷാ ഫീസ് ഇല്ല. നമുക്കറിയാം PSCയുടെ കീഴിൽ വരുന്ന കാര്യങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം തിരുത്താനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് അപേക്ഷയുടെ പ്രിന്റ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ സൂക്ഷിക്കുക. ഇനി പരീക്ഷ സംബന്ധിച്ച വിവരം. എഴുത്ത് പരീക്ഷ, OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടായാൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ OTR പ്രൊഫൈലിലൂടെ കൺഫർമേഷൻ നൽകണം. കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. പരീക്ഷാ തീയതിക്ക് മുമ്പുള്ള അവസാന 15 ദിവസത്തിനുള്ളിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകും. ഇനി ആധാർ കാർഡ് ഉള്ളവർ അത് ID പ്രൂഫായി പ്രൊഫൈലിൽ ചേർക്കണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് August 5-ാം തീയതിയാണ്. 12 മണി വരെ ടൈം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവസാനത്തെ ആ തിരക്ക് ഒഴിവാക്കാൻ നമ്മൾ യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. വെറുതെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ സൈറ്റ് ജാം ആവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അവസാനം വരെ നീട്ടി വെക്കാതിരിക്കുക. പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധാപൂർവം വായിക്കുക. അത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.